വിദേശത്ത് ജോലി ചെയ്യുന്ന അഹമ്മദ് ഒരു ഗ്രാമത്തിലെ കുട്ടിയെയാണ് വിവാഹം കഴിച്ചത്. സന എന്നാണ് പേര്. സനയ്ക്ക് അച്ഛനും അമ്മയും ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോയിരുന്നു. സനയെ അഹമ്മദ് പ്രണയിച്ച് വിവാഹം കഴിച്ചതായിരുന്നു. ഗ്രാമത്തിൻ്റെ എല്ലാ നിഷ്കളങ്കതയുമുള്ള ഒരു കുട്ടിയായിരുന്നു സന. അഹമ്മദ് ഇത് തൻ്റെ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതായിരുന്നു. കാരണം അവർ തൻ്റെ സഹോദരൻ്റെ മകൾ മറിയത്തെ വിവാഹം കഴിപ്പിക്കാൻ തയ്യാറായി വാക്കുകൊടുത്തിരിക്കുകയായിരുന്നു. എന്നാൽ അഹമ്മദിൻ്റെ നിർബന്ധത്തിനും വാശിക്കും വഴങ്ങി ഉമ്മ നാദിറ അവസാനം ഈ വിവാഹത്തിന് സമ്മതിച്ചു. വിവാഹം വളരെ ലളിതമായ രീതിയിൽ നടന്നു. അഹമ്മദിൻ്റെ വീട്ടിൽ വന്ന സനയ്ക്ക് ഒരു മരുമകൾ എന്ന സ്ഥാനത്തേക്കാൾ ഒരു വീട്ടുജോലിക്കാരിയായിട്ടാണ് അഹമ്മദിൻ്റെ അമ്മ കണ്ടിരുന്നത്. 2 മാസത്തെ അവധിക്ക് ശേഷം അഹമ്മദ് വിദേശത്ത് മടങ്ങിപ്പോയി. അഹമ്മദ് പോയതിനു ശേഷം സനയെ വളരെ മോശമായ രീതിയിലാണ് നാദിറ കണ്ടിരുന്നത്. നേരം പുലരുന്നതിന് മുൻപ് എഴുന്നേറ്റ് ജോലികൾ ചെയ്യാൻ തുടങ്ങുന്ന സനയ്ക്ക് രാത്രി വൈകുവോളം എന്തെങ്കിലുമൊക്കെ പണികൾ കാണുമായിരുന്നു. എന്നാൽ ഒരു നല്ല വാക്കുപോലും നാദിറ പറയുകയോ വയറു നിറയെ ആഹാരം കഴിക്കാൻ കൊടുക്കുകയോ ഇല്ലായിരുന്നു. സന ജോലി ചെയ്യുമ്പോൾ കണ്ണുനീരോടെ തൻ്റെ ബാപ്പയും ഉമ്മയും ഉണ്ടായിരുന്ന ആ കാലവും അവരോടൊപ്പം ചിലവഴിച്ച ആ നല്ല സമയങ്ങളും ഓർക്കുമായിരുന്നു. അഹമ്മദിൻ്റെ ഫോൺ വരുമ്പോൾ നാദിറ അവനോട് സനയുടെ ഇല്ലാത്ത കുറ്റങ്ങൾ പറഞ്ഞ് കേൾപ്പിക്കുമായിരുന്നു. എന്നാൽ സന തിരിച്ചു ഒന്നും പറയില്ല. ഒരു ദിവസം സന സുഖമില്ലാതെ കിടക്കുകയായിരുന്നു. എഴുന്നേൽക്കാൻ വയ്യാതെ കിടന്ന സനയോട് നാദിറ പറഞ്ഞു, "സന, എഴുന്നേറ്റ് ചെന്ന് കാപ്പി ഉണ്ടാക്കൂ, എനിക്ക് വിശക്കുന്നുണ്ട്." "ഉമ്മ, എനിക്ക് ഒട്ടും വയ്യ, എഴുന്നേൽക്കാൻ പോലും പറ്റുന്നില്ല." ഉമ്മ മറിയത്തോട് പറഞ്ഞ് എന്തെങ്കിലും ഉണ്ടാക്കൂ. ഇത് കേട്ട നാദിറ പറഞ്ഞത്, "മറിയം നിൻ്റെ ജോലിക്കാരിയല്ല, നീയാണ് ഇവിടുത്തെ ജോലി ചെയ്യേണ്ടത്." ഇത് കേട്ട സന പതുക്കെ എഴുന്നേറ്റ് അടുക്കളയിൽ ചെന്ന് പാചകം ചെയ്തു തുടങ്ങി. നാദിറയ്ക്ക് സനയെ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ദിവസം തൻ്റെ ഡയമണ്ട് നെക്ലസ് കാണാനില്ല എന്ന് പറഞ്ഞ് നാദിറ ബഹളമുണ്ടാക്കി. ഈ വീട്ടിൽ മറ്റാരും വന്നിട്ടില്ല, സന തന്നെയായിരിക്കും എടുത്തത്. സന കരഞ്ഞുകൊണ്ട്, "ഇല്ല, ഈശ്വരൻ സത്യത്തിൽ ഞാൻ എടുത്തിട്ടില്ല" എന്ന് കരഞ്ഞു പറഞ്ഞു. അങ്ങനെ ഇത് കേട്ട് വീട്ടിലുണ്ടായിരുന്നവർ സനയുടെ ബാഗ് പരിശോധിച്ചപ്പോൾ അതിൽ നിന്നും നെക്ലസ് കിട്ടി. സന കരഞ്ഞുകൊണ്ട് പറഞ്ഞു, "ഇല്ല, ഇത് ഞാൻ എടുത്തതല്ല, ആരോ എൻ്റെ ബാഗിൽ കൊണ്ടുവച്ചതാണ്." പക്ഷേ ഈ ഒരു കാരണം പറഞ്ഞ് നാദിറ സനയെ വീട്ടിൽ നിന്ന് പുറത്താക്കി കതകടച്ചു. സന വാതിലിൽ തട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, "എന്നെ പുറത്താക്കരുതേ, എനിക്ക് പോകാൻ ഒരിടവുമില്ല, ദയവ് ചെയ്ത് കതവ് തുറക്കൂ." പക്ഷേ നാദിറ കല്ലുപോലെ ഉറച്ചു നിന്നു. സന വീട്ടിൻ്റെ വെളിയിൽ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ വയസ്സായ ഒരു സ്ത്രീ അതുവഴി വന്ന് ചോദിച്ചു, "മോളെന്തിനാ കരയുന്നത്?" "എനിക്ക് ആരുമില്ല ഉമ്മ, എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി." ഇത് കേട്ടപ്പോൾ ആ ഉമ്മയ്ക്ക് അവളോട് പാപം തോന്നി. "മോളൊരു കാര്യം ചെയ്യൂ, എഴുന്നേറ്റ് എൻ്റെ കൂടെ പോരൂ, എനിക്കും ആരുമില്ല, ഇവിടെ അടുത്താണ് എൻ്റെ വീട്." അങ്ങനെ സന ഈ ഉമ്മയുടെ കൂടെ പോയി. നാദിറയ്ക്ക് വീട്ടിൽ ഇപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം സന പോയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി. ഇനി മറിയവുമായി എൻ്റെ മകൻ്റെ കല്യാണം നടത്താം. ഇങ്ങനെ ചിന്തിച്ച് സന്തോഷിച്ചു. അഹമ്മദ് വിളിച്ചപ്പോൾ സന ഇവിടെ നിൽക്കാൻ പറ്റില്ല, അവളുടെ ഗ്രാമത്തിലെ വീട്ടിൽ പോവുകയാണ് എന്ന് പറഞ്ഞു പോയി എന്ന് പറഞ്ഞു. ഇത് കേട്ട അഹമ്മദ് പെട്ടെന്ന് തന്നെ അഹമ്മദിൻ്റെ നാട്ടിലേക്ക് വന്നതിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു. അഹമ്മദ് നാട്ടിൽ വന്ന് ഇതെല്ലാം കണ്ടപ്പോൾ എന്തൊക്കെയോ രഹസ്യങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കി. അവൻ ഒന്നും മിണ്ടാതെ സനയെ അന്വേഷിക്കുവാൻ തുടങ്ങി. ഒരുപാട് സ്ഥലങ്ങളിൽ അന്വേഷിച്ചിട്ടും ഒരു വിവരവും കിട്ടിയില്ല. അഹമ്മദ് ഒരു ഭ്രാന്തനെ പോലെ അലഞ്ഞു തിരിഞ്ഞു. അന്നായിരുന്നു അഹമ്മദിൻ്റെയും മറിയത്തിൻ്റെയും വിവാഹ ദിവസം. നാദിറയും മറിയവും വളരെ സന്തോഷത്തിലായിരുന്നു. കാരണം തങ്ങൾ സ്വപ്നം കണ്ട ആ ദിവസം ഇങ്ങെത്തിയല്ലോ. പക്ഷേ മുഹൂർത്തമായിട്ടും അഹമ്മദിനെ കാണാനില്ല. എല്ലായിടവും അന്വേഷിച്ചിട്ടും ഒരു വിവരവും കിട്ടിയില്ല. നാദിറയുടെ സന്തോഷമെല്ലാം ഒരു നിമിഷം കൊണ്ട് അവസാനിച്ചു. എല്ലാവരും വിഷമിച്ചു. ഇനി എന്തു ചെയ്യുമെന്ന് ആലോചിച്ചു നിന്നപ്പോൾ ഒരു കാറിൽ അഹമ്മദ് സനയോടൊപ്പം അവിടെ വന്നു. അഹമ്മദ് എല്ലാവരോടും പറഞ്ഞു, "ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ച എൻ്റെ ഭാര്യയാക്കിയതാണ് സനയെ. ഇവളില്ല എങ്കിൽ ഞാനുമില്ല." എന്നിട്ട് ഉമ്മയോട് പറഞ്ഞു, "നിങ്ങൾ ഇവളോട് ചെയ്തതെല്ലാം ഞാൻ അറിഞ്ഞു. ഇനി ഞാൻ ഇവളെ നിങ്ങൾക്ക് വിട്ടുതരില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ ലോകത്തിലെ എല്ലാ മരുമക്കളും മറ്റൊരാളുടെ പ്രിയപ്പെട്ട മകളാണ്. നിങ്ങൾക്ക് ഒരവസ്ഥ വരുമ്പോൾ നിങ്ങളെ ശുശ്രൂഷിക്കാൻ ഇവൾ മാത്രമേ കാണുകയുള്ളൂ. ഞാൻ ഇവളെയും കൊണ്ട് പോവുകയാണ്. ഇനി നിങ്ങൾ ഞങ്ങളെ കാണില്ല." ഇത് കേട്ടപ്പോൾ നാദിറയ്ക്ക് തൻ്റെ തെറ്റ് മനസ്സിലായി. സനയോട് മാപ്പ് ചോദിച്ചു. "മോളെ, ഈ ഉമ്മയോട് ക്ഷമിക്കൂ, അറിവില്ലാതെ ചെയ്തു കൂട്ടിയ എല്ലാത്തിനും മാപ്പ്." സന പെട്ടെന്ന് തന്നെ ഉമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, "ഉമ്മ, എന്നോട് ക്ഷമ പറയരുത്. കാരണം ഉമ്മയും ബാപ്പയും മരിച്ച ഒരു അനാഥയാണ് ഞാൻ. ഞാൻ ഉമ്മയെ എൻ്റെ ഉമ്മയെപ്പോലെ മാത്രമേ കണ്ടിട്ടുള്ളൂ."